ചേരുന്നുണ്ട്. നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോകാം. മഴ ഇനിയും ശക്തമായാൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് പത്തനംതിട്ട തിരുവല്ല കടപ്രയിലെ നാട്ടുകാർ. വീടുകൾ പകുതിയോളം വെള്ളത്തിലായി കഴിഞ്ഞു. റോഡുകളിലും വലിയ വെള്ളക്കെട്ടാണ്. എല്ലാ മഴക്കാലവും തങ്ങൾക്ക് ദുരിതമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്കൂൾ തുറക്കാറായതോടെ കുട്ടികളും രക്ഷിതാക്കളും അതിന്റെ കൂടി ആശങ്കയിലാണ്. പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ആണ്. കടപ്ര എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റോഡ് മുഴുവൻ വെള്ളമാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കുമൊക്കെ വെള്ളം കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാകുമോ ഈ ഒരു പ്രതികൂല കാലം? കുട്ടനാട്ടിൽ ഇനി ഒരു മാസത്തേക്ക് ഇനിയും സ്കൂളുകളൊന്നും തുറക്കുന്ന ഒരു ലക്ഷണമൊന്നും ഉള്ള രീതിയിലല്ല ഇവിടുത്തെ. ഇത്രയും ഒരു റോഡിന്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ ഒരു 500 മീറ്ററേ ഉള്ളൂ ഈ ഒരു പ്രശ്നം. ഇതൊന്ന് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചാൽ എത്ര വാഹനങ്ങൾ കടന്നു പോകും. ഞങ്ങളുടെയൊക്കെ വണ്ടി ഞങ്ങൾ വിട്ടിട്ട് ഇനി ഇടത്തോ അവർ നടന്നു പോകേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാകും. കുട്ടികളുടെ ജീവനെ തന്നെ ഇത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം. സർക്കാർ സ്വീകരിച്ചേ മതിയാവും. റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഈ ഒരു ഗതിക്ക് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധ്യയന വർഷത്തിന്റെ രീതികളൊക്കെ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ ജൂൺ ജൂലൈ മാസത്തിലേക്ക് അവധിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് സ്കൂൾ തുറക്കുന്നത് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോഴും ആൾക്കാർ ബുദ്ധിമുട്ട് നീന്തി പോവാ. പൊടിയാടി വരെ അവർ നടന്നു ചെന്നിട്ടും അവിടുന്ന് വേണം ബസ് പോകാൻ. ഇവിടെ അവിടം വരെയെങ്കിലും അവർക്ക് ബസ് വിട്ട് തരാമല്ലോ. പാറ്റിൽ നിന്നുള്ള വെള്ളം വരവിനുള്ള പരിഹാരമാർഗം ഉണ്ടായാൽ ഈ റോഡ് സ്മൂത്തായിട്ട് പോകും. ഇപ്പം തന്നെ ഒരു നില മണക്കാശുപത്രിയുടെ ഒരു നില പൊക്കത്തിൽ ഉയർത്തിയ റോഡാണ് ഇപ്പോഴും എത്തി വെള്ളത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം ആറ്റിൽ നിന്നാണ് ഈ വെള്ളം കയറി വരുന്നത് എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ ഈ റോഡ് എത്ര പൊക്കിയാലും ആറ്റിൽ നിന്നുള്ള വെള്ളം വരവ് വന്നാൽ ഈ വിഷയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനൊരു പരിഹാരമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഈ റോഡിൽ കൂടി ഈ വെള്ളക്കെട്ടിൽ കൂടി വിദ്യാർത്ഥികളൊക്കെ എങ്ങനെ സ്കൂളിലേക്ക് പോകും എന്നാണ് പ്രദേശവാസികൾ എല്ലാവരും ചോദിക്കുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ചും അവർക്കും ഒരു ഭീഷണി തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. കടലിലെ വെള്ളത്തിലാണ് നാട്ടുകാർ. പ്രവീൺ പുരുഷോത്തമൻ ആ വെള്ളത്തിൽ നിന്നുകൊണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു.